നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ EOD അനാലിസിലേക്ക് സ്വാഗതം. അടിപൊളി ദിവസമായിരുന്നു നമ്മുടെ നിഫ്റ്റിയിൽ നമുക്കിന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 23,735 മുകളിൽ നമ്മൾ കൃത്യമായിട്ട് എൻട്രി എടുത്തു. നമ്മളെടുത്ത ഓപ്ഷൻ 288 എടുത്ത ഓപ്ഷൻ 380 വരെ പോയി, ഓൾമോസ്റ്റ് 90 പോയിന്റ് വരെ പോയി. ഫസ്റ്റ് മെജോറിറ്റി പ്ലേയേഴ്സ് 325 ഭാഗത്ത് ബുക്ക് ചെയ്തു, ഹാഫ് പൊസിഷൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഫുള്ള് 360 ഭാഗത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ദിവസമായിരുന്നു. അതുകൂടാതെ ബാങ്ക് നിഫ്റ്റിയിൽ 52,597 മുകളിൽ നമ്മൾ 200 പോയിന്റ് അടുപ്പിച്ച് ഓപ്ഷൻ ഫ്യൂച്ചറിൽ ക്യാപ്ചർ ചെയ്തു, ഓപ്ഷനിൽ 10-70 പോയിന്റും ക്യാപ്ചർ ചെയ്തു. കിടന്ന ദിവസമായിരുന്നു. നമുക്ക് ഇന്ന് 2 ട്രേഡ് കിട്ടി, 2 ട്രേഡും സക്സസ്ഫുൾ ആയിട്ട് വർക്കായി പോയ ദിവസമായിരുന്നു. ആ ഒരു കിടന്ന ദിവസമായിരുന്നു നിഫ്റ്റിയിൽ നടന്നത്. നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു, ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്ത് ഇന്നലത്തെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 7:30 മുകളിൽ അവന് പോയി 843 വന്നു. ഞാൻ എൻ്റെ വീഡിയോയിലെ ക്യാപ്ഷൻ തംബ്നെയിലിൽ പറഞ്ഞ പോലെ 23,843 ഇന്ന് വന്നു. അതും പോയി അതിന് മുകളിൽ കയറി ഏകദേശം 910 വരെ വന്ന് തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി. ഈ പറഞ്ഞ 843 മുകളിലാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ 23,843 മുകളിലാണ് ക്ലോസ് ചെയ്ത്. നിഫ്റ്റിയുടെ സെറ്റപ്പ് പ്രകാരം നിഫ്റ്റി ഇന്ന് തന്നേക്കുന്നത് നിഫ്റ്റി ട്രെൻഡ് ഡേ ആണ്. നിഫ്റ്റിയുടെ ട്രെൻഡ് ഡേ ആണ് ഇന്നത്തെ സെറ്റപ്പ്. ട്രെൻഡ് ഡേ പ്രകാരം നിഫ്റ്റിയുടെ POC പക്ഷേ മുകളിലോട്ട് ഇന്നലത്തെ പോലെ ട്രെൻഡ് ഡേ ആണ്. പക്ഷേ ഇന്നത്തെ ട്രെൻഡ് ഡേ കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് 3rd ടാർഗറ്റ് വന്നു. IB എക്സ്പ്രഷൻ പ്രകാരമുള്ള 3rd ടാർഗറ്റ് നിഫ്റ്റി തന്നിട്ട് നിഫ്റ്റിയുടെ POC വന്നിരിക്കണം 23,854 ബി വാപ്പ് വന്ന് 802 സോ നാളെ നമ്മൾ ഇനി ഫ്രഷ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ POC ആയ 23,854 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ 23,948 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,020 എന്ന് പറഞ്ഞതും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,135 ലെവൽ വരാൻ ചാൻസ് ഉണ്ട്. ഇത് SD ബാൻഡിൻ്റെ വച്ചുള്ള ലെവലാണ്. ഇനി താഴോട്ടാണെങ്കിൽ 23,854 താഴെ നിൽക്കുന്നിടത്തോളം കാലം 23,802 എന്ന് പറഞ്ഞ ബി വാപ്പും അതിന് താഴെ 23,752 എന്ന് പറഞ്ഞ ഈ സിംഗിൾ പ്രിന്റിൻ്റെ സപ്പോർട്ടും അതിന് താഴെ ഇന്നലത്തെ HBM സോണായ 23,700 സപ്പോർട്ടാവും. ഈ 23,700 താഴോട്ട് പോവുകയാണെങ്കിൽ ഈ 23,628 ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആ ലെവൽ നിഫ്റ്റിയിലേക്ക് ഒന്ന് വർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിയായി അറിയാനും ട്രേഡ് ചെയ്യാനും പറ്റും. നമ്മൾ എന്തിനാണ് ഇവിടെ കഷ്ടപ്പെടുന്നത്? നമ്മൾ ഈ ലെവലൊക്കെ മാർക്ക് ചെയ്യണം, നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ? അപ്പോൾ ട്രേഡ് ചെയ്യുക, ലാഭം ഉണ്ടാക്കുക, അത് മാത്രം നിങ്ങൾ കൃത്യം. അപ്പോൾ നമ്മൾ ഇന്നത്തെ POC എത്രയാണ്? 23,834 ആണ് നമ്മൾ ഇന്നത്തെ POC. അപ്പം 23,854 ആ POC ഞാൻ വച്ചു. 23,854 നമ്മുടെ ഇന്നത്തെ POC. ആ POC ഞാൻ വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി അതിന് POCയിലെ കളർ നമ്മൾ മഗ്നീറ്റ കളർ കൊടുത്തു. ഇനി അടുത്തത് നമുക്ക് എന്താണ്? അതിന് മുകളിൽ നിൽക്കുമ്പം 23,948 ആണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ അത് ഞാൻ വെച്ചു. ഓക്കെ, ആ ടാർഗറ്റിൻ്റെ കളർ കറുപ്പ്. അതിന് മുകളിൽ നിൽക്കുമ്പോൾ അടുത്ത ടാർഗറ്റ് 24,020 അത് വരച്ചു. അതിന് താഴെ നിൽക്കുമ്പോൾ 24,135 എന്ന് പറഞ്ഞ ലെവലും. വേറൊരു കാര്യം ഓർത്തുകൊള്ളുക, ഈ 24,020 കുറച്ചുകൂടെ നല്ലത് ബിഗ് റൗണ്ട് നമ്പറായ 24,000 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾ താഴെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫസ്റ്റ് 23,802 എന്ന് പറഞ്ഞ സപ്പോർട്ട്, അത് നമ്മൾ എന്താണ് ഇന്നത്തെ വി വാപ്പാണ്. ആ സപ്പോർട്ട് ഞാനത് വ്യക്തമായിട്ട് വെക്കാൻ വി വാപ്പിൻ്റെ ഒരു കളർ വെച്ചു. അതിന് താഴെ അടുത്തത് 23,000 എത്രയാണ്? 23,000 നമുക്ക് സപ്പോർട്ട് ആകുമ്പോൾ 802. അതിന് താഴെ 23,753. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് മാർക്ക് ചെയ്യാം. 23,752 23,752 ഒരു സപ്പോർട്ടാണ്. അതിന് താഴെ അടുത്ത വരുന്ന 23,700 ആണ്. അടുത്ത നമ്മളെ സപ്പോർട്ട് 23,700 എന്ന് പറഞ്ഞ ആ സപ്പോർട്ടും അതിന് താഴെ 23,628 എന്ന് പറഞ്ഞാൽ അടുത്ത സപ്പോർട്ട് 23,628. സോ നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഈ സപ്പോർട്ടുള്ള ലെൻസ് കളറെല്ലാം ഞാൻ പച്ച കളറിലേക്ക് മാർക്ക് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വേണ്ടി എളുപ്പത്തിൽ പച്ചയാണ് നമ്മുടെ സപ്പോർട്ട്. നാളെ നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയതുകൊണ്ട് കുറച്ചു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഇല്ല കാലത്ത് മൂവ്മെൻറ്റ് തന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് മൂവ്മെൻറ്റ് തരാനോ അല്ലെങ്കിൽ സൈഡ് വേസ് പോകാനോ
ഇല്ല എങ്കിൽ നാളെ ഒരു കിടിലൻ മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ 23,856 മുകളിൽ നിൽക്കുമ്പോൾ 23,948, 24,000, 24,135 താഴേക്ക് സപ്പോർട്ട് ഈ 23,855 താഴെ 802, 752, 700, 620 ഇത്രയും വരാൻ സപ്പോർട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നിഫ്റ്റി ഇന്ന് ട്രെൻഡ് ഡേ ആയിരുന്നു. സോ ഇനി അടുത്ത് നോക്കേണ്ടത് നമുക്ക് ബാങ്ക് നിഫ്റ്റി ലെവൽ. ബാങ്ക് നിഫ്റ്റി ഇന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിരുന്നു. ഇന്നത്തെ POC വന്നിരിക്കുന്നത് 52,880 BWAP വന്നിരിക്കുന്നത് 731 ഭാഗത്താണ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ 53,000 എന്ന് പറഞ്ഞ ബിഗ് റൗണ്ട് നമ്പറിൽ മുകളിൽ നിങ്ങൾ ഇനി ബൈ ചെയ്താൽ മതി. ഇനി ബാങ്ക് നിഫ്റ്റിക്ക് 50,000 തൊട്ട് 53,000 വരെ ഏകദേശം 3,000 പോയിന്റ് 6% മൂവ്മെൻറ്റ് തന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 53,000 മുകളിൽ മാത്രം നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൈയിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. 53,000 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ബാങ്ക് നിഫ്റ്റി 53,120 അതിന് മുകളിൽ 125 അതിന് മുകളിൽ 53,560 എന്ന് പറഞ്ഞ ലെവലും വരാൻ ചാൻസ് ഉണ്ട്. കാരണം ബാങ്ക് നിഫ്റ്റി അൺചാർട്ടഡ് ടെറിട്ടറിയിലേക്ക് കുറച്ച് ദിവസം നിൽക്കുന്നത് കൊണ്ട് ഇതിന് എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. എൻ്റെ വേറെ ഒരു ലെവലില്ല പുള്ളേ എന്ന് പറയുമ്പോൾ നമുക്ക് 53,560 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഓർത്തോളൂ. 53,125, 53,335 ഒരു പഴയൊരു SD ബാൻഡ് ഉണ്ട്. അപ്പോൾ 53,335 അതിന് മുകളിൽ 53,560 വരാം. ഇനി താഴോട്ടാണ് നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 52,880 താഴെ നിൽക്കുന്നിടത്തോളം കാലം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബേറിഷ് മൂവ്മെൻറ്റ് വരാനും ആ ബേറിഷ് മൂവ്മെൻറ്റ് ഇന്നലത്തെ POC ആയ 52,130 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്ക് താഴേക്ക് നോക്കുകയാണെങ്കിൽ 52,880 താഴെ 52,731, അതിന് താഴെ 52,610, അതിന് താഴെ അടുത്തത് 52,489, അതിന് താഴെ അടുത്തത് 52,375, അതിന് താഴെ 52,225, അതിന് താഴെ 52,130 എന്ന് പറഞ്ഞ സപ്പോർട്ട് വരാം. ഈ ട്രെൻഡ് ഡേ POC നിങ്ങൾക്കൊരു സപ്പോർട്ടാണ്. ഇവിടെ വരണമെങ്കിൽ കോൾ എടുത്ത് നിങ്ങൾക്ക് ഒരു 10-50 പോയിന്റ് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ലെവൽ ഞാൻ നിങ്ങൾക്ക് ചാർട്ടിലേക്ക് മാർക്ക് ചെയ്ത് വെക്കാം. മാർക്ക് ചെയ്ത് വെക്കണ വേറെ ഒന്നും വേണ്ടിയില്ല. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയാണ്. ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കാം, പൈസ ഉണ്ടാക്കാം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനം വരില്ല. അപ്പോൾ നിങ്ങൾ വ്യക്തമായി ഓർത്തോളാം. നമ്മളെ ഫസ്റ്റ് 52,880 നമ്മുടെ POC. ഈ POC അല്ല 53,000 മുകളിൽ മാത്രം നിങ്ങൾ ഇനി ബൈയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇനി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ 53,000 ഞാൻ ഒരു റെഫറൻസ് വെക്കും. 53,000 അതൊരു ബിഗ് റൗണ്ട് നമ്പർ ആയതുകൊണ്ട് റെഫറൻസ് ആണ്, അത് ഞാൻ വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ 53,125, 53,125, അതിന് മുകളിൽ 53,335, 53,335 ആ ലെവൽ. അതിന് മുകളിൽ 53,560. കാരണം ഇത് സ്കൈ ആണ് ഹൈ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം ലെവലില്ലാത്ത സ്ഥലത്ത് ഞാൻ എന്ത് പറയാൻ വേണ്ടി. അപ്പോൾ SD ബാൻഡിൽ വെച്ചുള്ള ഡീവിയേഷൻ വെച്ച് പറയുന്നു. ഇനി സപ്പോർട്ട് എന്ന് പറയുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി നമുക്ക് 52,130 ഒരു സപ്പോർട്ടുണ്ട്. അത് ഞാൻ മാർക്ക് ചെയ്ത് വെക്കാനേ. 52,130 എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്പോർട്ട്. ആ സപ്പോർട്ടിൻ്റെ കഴിഞ്ഞ അത് ചൊവ്വാഴ്ചത്തെ POC ആയതുകൊണ്ട് അവിടെ ഒരു നല്ലൊരു ഇമ്പോർട്ട് എടുക്കാം. ഫസ്റ്റ് സപ്പോർട്ട് 52,732, 52,732. അതെന്താണ് സപ്പോർട്ട്? VWAP ആണ്. ആ VWAPൻ്റെ ഒരു സപ്പോർട്ട് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നു. അതിന് താഴെ അടുത്തത് 52,610, 52,610. അത് നമുക്ക് കളർ എന്താണ്? പച്ച കളർ. അതിന് താഴെ അടുത്തത് 52,488, 52,488. അത് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കട്ടെ. 52,488. അതിന് താഴെ 52,222 എന്ന് പറഞ്ഞ ഈ സപ്പോർട്ട്. ഓക്കെ. അപ്പോൾ നാളെ മാർക്കറ്റ് പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റി ഇത്രയും മൂവ്മെൻറ്റ് വന്നതുകൊണ്ട് ഞാൻ ഇനി ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നില്ല. ഒരു 53,000-നും 52,000-നും ഇടയിൽ കിടന്ന് ഒരു 1000 പോയിന്റിൻ്റെ ഒരു ബാലൻസ് മൂവ്മെൻറ്റ് തരാനുള്ള വളരെയധികം ചാൻസ് കൂടുതലാണ്. അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് ഇന്ന് കാണിച്ചിട്ടുണ്ട്. ഇന്ന് ആദ്യത്തെ 11:30 ശേഷം പിന്നെ ആശ ഒരിടത്തും പോയിട്ടില്ല. ഈ പറഞ്ഞ ഒരു 100 പോയിന്റിനകത്ത് കിടന്നതിന് അവൻ കളിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ട് ബാങ്ക് നിഫ്റ്റി ഇനി ഹൈ പൊസിഷൻ എടുക്കുന്ന ആൾക്കാർ സൂക്ഷിക്കുക. ഒന്നുകിൽ 52,130 ഭാഗത്ത് എടുക്കുക, അല്ലെങ്കിൽ 53,000 മുകളിൽ നിൽക്കുമ്പോൾ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റേഞ്ചിൽ കിടന്ന് കളിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി പറയുന്നു. ഈ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റുമാണ് ഞങ്ങളുടെ ഒരു സപ്പോർട്ട്. ദയവായി അത് നൽകി ഞങ്ങൾക്ക് ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾ നൽകണം.
ഏവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ബൈ ആൻഡ് ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.